എല്ലാവരും ഒഴിഞ്ഞു, സർക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർക്കാരിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വിജയേട്ടനായാലും ഷറഫ് അലി ആയാലും ആ പഴയ കളിക്കാർ അവർക്കറിയാം എന്താണ് ഇതിനുള്ള ബുദ്ധിമുട്ടെന്ന്. അവർ കൂടെ നിന്നിട്ടുണ്ട് അല്ലേ ഒപ്പം. ഞാനതുപോലെ ഷറഫ് അലി ആയാലും മിനിസ്റ്റർ ആയാലും IM വിജയനാണെങ്കിലും കളിക്കാരെല്ലാം ക്ലീനാണ് കേട്ടോ. ഇവരുടെ മനസ്സ് ക്ലീനാണ്. അതെനിക്ക് ഞാൻ ഇത്ര അടുത്ത് സംസാരിച്ചതും പെരുമാറിയതും അടുത്ത കാലത്ത്. ഇപ്പോൾ ഷറഫ് അലി സാറാണെങ്കിൽ പുള്ളിക്ക് ഇത് ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണ്. പോയി എന്നാണ് എല്ലാവരും വിളിച്ച് പറയുന്നത്. വെറുതെ അവിടെ പോയി നിന്ന് മോശക്കെടാൻ നിൽക്കണ്ട കേട്ടോ, നാണം കെടാൻ നിൽക്കണ്ട എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. IM വിജയനും അത് തന്നെയാണ് അവസ്ഥ. പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം അത് തന്നെയാണ് അവസ്ഥ. അപ്പം ഇവരാണ് നമുക്ക് ശരിക്കും പ്രചോദനം. ഇവർ നമ്മുടെ കൂടെ നിന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാധ്യമപ്രവർത്തനമല്ലല്ലോ, ഞാൻ മാധ്യമപ്രവർത്തകരുടെ കൂടെ കൂടിയിട്ടാണ് ഞാൻ മാധ്യമപ്രവർത്തനായത് അല്ലേ. ഞാൻ കളിക്കാരനല്ല, പക്ഷേ ഞാൻ കളിക്കാരൻ്റെ കൂടെ കൂടി കളിക്കാരനാവും. അപ്പം ഇവരെന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചതാണ്. ഞാൻ മന്ത്രിയുടെ കൂടെ ഒന്ന് മന്ത്രിയാവാൻ ഉദ്ദേശിച്ചില്ല. ട്രോളുകൾ വന്നിട്ടുണ്ട്. അതായത് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ട്രോളുകൾ, അത് പലതും വ്യക്തിപരമായിട്ടുള്ള ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രോളുകളൊക്കെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഈ ട്രോളുകൾ വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മളെ പെട്ടിയിൽ അടച്ചാലേ വന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടെ. വന്നില്ലെങ്കിൽ അവസാനത്തെ പെട്ടിയായിരുന്നു. നമ്മൾ ആണിയടിച്ച് പണ്ട് മരമുറി പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കില്ല അത് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു സ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് തോറ്റു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ഈ ട്രോളുകളെല്ലാം. മനസ്സിലായോ? ആരും നമ്മളോട് പൈസ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ആരും നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ആരും നമ്മൾ പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനമില്ല. നിങ്ങൾ എന്തിനീ വേണ്ടാത്ത പണിക്ക് നിന്നു എന്നുള്ള നിലയ്ക്കുള്ളൊരു ട്രോളാണ് മുഴുവൻ ആൾക്കാരും. മെസ്സിനോടൊക്കെയല്ല പറയുന്നത്. അറിയോ ഇയാളെ വല്ല കേട്ടിട്ടുണ്ടോ? അതൊരു ചെറിയ വിഭാഗം മാത്രമാണ്, വലിയൊരു വിഭാഗം നമുക്കൊപ്പം ഉണ്ട്. അതുണ്ട്. അത് ഞാൻ പറയുന്നത് ഈ ചെറിയ വിഭാഗമാണല്ലോ ഈ വലിയ പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അവരാണല്ലോ ട്രോള്. വലിയ വിഭാഗം നമുക്ക് ട്രോളിലൊന്നും വരില്ല. അവർ സൈലൻ്റ് ആയിട്ട് എല്ലാം കാണും. മനസ്സിലായില്ലേ? അവർ വിജയത്തിൻ്റെ കൂടെയും നഷ്ടത്തിൻ്റെ കൂടെയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ട്രോളുന്ന ആൾക്കാരിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ നമ്മളെ ഇകഴ്ത്തി കാണിക്കുമ്പോൾ അവരുടെ മനസ്സിലതുണ്ട്, മെസ്സി വരണമെന്നുണ്ട്, ഇത് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഒരു വിജയമായിരിക്കും ചിലപ്പം ഇത് നടന്നിട്ടുണ്ടാവുക. ഇന്നലെ ഇന്നൊന്നും ട്രോളില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, ഒരു 2-2.5 മാസമാണുള്ളത്. ഒരു വലിയ ഉത്സവത്തിന് കൊടി ഉയർന്നു കഴിയുകയാണ്, അല്ലെങ്കിൽ വെടിക്കെട്ടിന് തിരി കൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിവേഗം നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉണ്ട്. അതുപോലെ തന്നെ ഈ അർജൻറ്റീന ആരാധകർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ബംഗ്ലാദേശും കേരളവും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അർജൻറ്റീന ആരാധകരുള്ള ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരാധകരും കൂടി ഈ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് പറയാനുണ്ടാവുമല്ലോ. അത് ആരാധകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയേണ്ടത്, ഇത് ഉത്സവമാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതാ കളി നടക്കുന്ന ദിവസം ഉത്സവം, മെസ്സി വരുന്ന ദിവസത്തെ ഉത്സവമല്ല, അതിന് മുൻപ് ഉത്സവമാക്കണം. അതിന് മുൻപ് ഉത്സവമാക്കണം. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ, വേറെ ഒരാൾ വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യം ഉത്സവം, നമ്മൾ ഹർത്താൽ ഉത്സവമാക്കുന്നവരാണല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യത കിട്ടിയാൽ മതി, അത് ഗംഭീരമാക്കും. അത് ഇന്ന ആൾക്കാരൊന്നുമില്ല. കേരളത്തിൽ എത്ര സ്കൂളുകളുണ്ടെന്നറിയോ, എത്ര കോളേജുകളുണ്ടെന്നറിയോ. എല്ലാ സ്കൂളുകളിലും ഇതിനോടനുബന്ധിച്ച് പ്രോഗ്രാം നടക്കണം. എങ്കിലാണ് അതൊരു വിജയമായി മാറുക. ലോകം കേരളത്തെ കാണുകയാണെന്നുള്ളൊരു ബോധത്തിൽ നമ്മൾ ചെയ്യണം. കുട്ടികളെ കാണിച്ചു കൊടുക്കണം, ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അധ്യാപകർ കാണിച്ചു കൊടുക്കണം, വിദ്യാലയങ്ങൾ കാണിച്ചു കൊടുക്കണം, കോളേജുകൾ കാണിച്ചു കൊടുക്കണം, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കണം. ഞാൻ വിദ്യാർത്ഥി നേതാക്കന്മാരോടൊക്കെ എനിക്കതാ പറയുള്ളത്. അത് DYFI ആയാലും SFI ആയാലും KSU ആയാലും ഏത് പാർട്ടി ആയാലും ABVP ആയാലും ഏതാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കണം നേതാക്കന്മാർ, നിങ്ങളിത് ചെയ്യണം. ഇതാണ് ഒരു യൂണിറ്റി എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയണം ജനങ്ങൾക്കിടയിൽ. ഇതാണ് ഒരു വിജയം എന്ന് പറയുന്നത്. അതിൻ്റെ മിഡിൽമാനായിട്ട് റിപ്പോർട്ടേറ്റീവ് എവിടെ ഉണ്ടാവും? പക്ഷേ അതിനകത്തൊരു പക്ഷപാതമൊന്നും ഉണ്ടാവില്ല. സ്പോർട്സിൽ റിപ്പോർട്ടേറ്റീവ് ഒരു പക്ഷപാതമില്ല കേട്ടോ, അല്ലെങ്കിലും പക്ഷപാതമില്ല, സ്പോർട്സിൽ ഒരു പക്ഷപാതമില്ല. അപ്പോൾ ഇത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോടാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കളിയുണ്ട് സഹായിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർക്കാരിൻ്റെ അടുത്ത എഫേർട്ടാണെങ്കിലും ഇതൊരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളത്, കേരളത്തിൻ്റെ ആഘോഷമാക്കി മാറ്റി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു രാഷ്ട്രീയത്തിന് 5 വർഷം പോലെയല്ല. ഇത് നിങ്ങൾ ലൈഫിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ സംസ്ഥാനത്തും ചെയ്യുന്ന ഒരു നീക്കിയിരിപ്പാവും. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. എല്ലാ പ്രാവശ്യം നടന്നുകൊണ്ടില്ല കേട്ടോ. ഇതുപോലെ നാഷണൽ ടീമുകളെ കൊണ്ടുവന്ന് കളിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കളി കഴിഞ്ഞ് പോടുന്ന അടുത്ത വർഷം അർജൻറ്റീനയോ വരുമെന്ന് തോന്നുന്നില്ല. വേറെ ടീം വന്നേക്കാം. അപ്പം നമുക്ക് കയ്യിൽ ഇപ്പോൾ കിട്ടിയ അവസരം എന്താ? ഇതാണ്. ഇത് മാക്സിമം വൃത്തിയായി ഉപയോഗിക്കുക എന്നുള്ളത്. ആ ലെവലിൽ ചിന്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്.
ആ ലെവലിൽ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ആ ലെവലിൽ പാർട്ടികൾ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ ഡൗട്ടുണ്ട്. പക്ഷേ 2-3 ദിവസം കൊണ്ട് അറിയാം ആ ലെവലിൽ ചിന്തിക്കുന്നുണ്ടോ, ആ ലെവലിലേക്ക് എത്തുമോ എന്നുള്ളത്. ഇനിയൊരു 60 ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 5-6-10 ദിവസം പോയിക്കോട്ടെ, 4-5 ദിവസം പോയിക്കോട്ടെ. പക്ഷേ 1-ാം തീയതിക്കപ്പുറം, അടുത്ത മാസം ഒരു 1-ാം തീയതിക്കപ്പുറം ഓണത്തിൻ്റെ കാലമാണ്, ലീവുണ്ട്, കളികളുടെ കാലമാണ്, മത്സരങ്ങളുടെ കാലമാണ്. മനസ്സിലായി, വടംവലിയുണ്ട്, വോളിബോളുണ്ട്, ഈ പറഞ്ഞ വള്ളംകളി മത്സരമുണ്ട്, ഓണപ്പൂക്കൾ മത്സരമുണ്ട്, എല്ലാം ഉള്ള കാലമല്ലേ. ഇതിൻ്റെ കൂടെ മെസ്സിൻ്റെ ഒരു ആഘോഷം കൂടെ, അർജൻറ്റീനയുടെ ഒരു ആഘോഷം കൂടെ വെച്ചാൽ ഈ സാധനം ഓട്ടോമാറ്റിക്കലി വേറെ ലെവലിൽ പോകും എന്നുള്ളതാണ്.